20,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ 4 സിലിണ്ടർ വാനല്ലേ. അത് വരുമ്പോൾ 2023 മോഡല് ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് AGS ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. ഇത് വരുമ്പോൾ 2019 ഓൾട്ടോ LXi ഫസ്റ്റ് ഓണർ 55,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇത് വരുമ്പോൾ 2015 മോഡല് i20 പെട്രോൾ സ്പോർട്സ് വേരിയന്റ് ആണ്. എല്ലാ ചെക്ക് പോയിന്റ് പാസ്സായാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ഇന്ത്യ ഈ വാറന്റി സർവീസ് നമ്മൾ കൊടുക്കുന്നത്. വരുമ്പോൾ 2020 മോഡല് വെന്യൂ SMT ആണ്, അതായത് മിഡിൽ വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിൾ ആണ്. ഇത് വരുമ്പോൾ 2021 മോഡല് ഓൾട്ടോ LXi സിംഗിൾ യൂസ് 23,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇത് വരുമ്പോൾ 2018 മോഡല് വാഗണർ VXi മാനുവൽ. ഇത് വരുമ്പോൾ 2018 മോഡല് ബെലനോ ഡെൽറ്റ മിഡിൽ വേരിയന്റ് ആണ്. ഇത് വരുമ്പോൾ 2013 മോഡലാണ് 13 i20 സ്പോർട്സ് സെക്കൻഡ് യൂസർ 49,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. പെട്രോൾ മാനുവൽ. അതെ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതും എറണാകുളം ജില്ലയിലാണ്. അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ആവശ്യക്കാരുള്ള ജില്ലയായിട്ട് എറണാകുളം ജില്ല മാറിക്കഴിഞ്ഞു. ഇപ്പോഴും സ്വന്തമായിട്ടൊരു വാഹനം ഇല്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു യൂസ് കാർ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു കിടിലൻ ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിൽ മെയ് മാസം ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ മാസവും ഇവിടെ വീട് ചെയ്യാറുള്ളതാണ്. ഈ മാസത്തെ പുതിയ സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ ഒരു മെയ് മാസം ഇപ്പം മഴക്കാരും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. സ്വന്തമായിട്ട് കാറില്ലാതെ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി വാഹനങ്ങൾ ഒരു മീഡിയം ബഡ്ജറ്റിലൊക്കെ നോക്കുന്നവരാണെങ്കിൽ ധൈര്യപൂർവ്വം ഈ ഷോറൂമിലേക്ക് വരാം. ഏകദേശം 1 ലക്ഷം രൂപ മുതൽ ഒരു 10-11 ലക്ഷം വരെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇഷ്ടംപോലെ കാറുകളെ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 100ഓളം വാഹനങ്ങൾ സ്റ്റോക്കാണ് ഷോറൂമിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഏത് വാഹനം തിരയുന്നവരാണെങ്കിലും ധൈര്യമായിട്ട് ഷോറൂമിലേക്ക് വരാം. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്, വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യം ഉണ്ട്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ വരെ നമുക്ക് വാഹനങ്ങൾ ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഈ മാസത്തെ സ്റ്റോക്ക് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാക്കനാട് സെസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് വരിക. പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമാണ്. ഇവിടുന്ന് എടുക്കുമ്പോൾ നമുക്ക് വാറന്റി കിട്ടുന്നുണ്ട്, ഫ്രീ സർവീസ് കിട്ടുന്നുണ്ട്. മാരുതിയുടെ സർട്ടിഫൈഡ് വാഹനങ്ങൾക്ക് അതർ ബ്രാൻഡ് വാഹനങ്ങൾക്കും വാറന്റി കൊടുക്കുന്നുണ്ട്. പേടിക്കാതെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ എന്തായാലും ഈ മാസം സ്റ്റോക്ക് വളരെ പെട്ടെന്ന് കണ്ടിട്ട് വരാം. SUV സെഗ്മെന്റിൽ ഡീസൽ വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനം ബ്രസ ZDA പ്ലസ് ടോപ്പ് എൻഡ് വേരിയന്റ്. അതെ. മോഡൽ എത്ര? ഇത് വരുമ്പോൾ 2017 മോഡല് ബ്രസ ZDA പ്ലസ് ഡ്യുവൽ ടോൺ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഫസ്റ്റ് ഓണർ കിലോമീറ്റർ 55,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വാഹനം കൂടിയാണ് നമുക്ക് ഈ മാസം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് അലോയ്സ് വരുന്നുണ്ട്. അലോയ്സ് വിത്ത് 85% ടയർ കണ്ടീഷനും ഉണ്ട്. ടയർ കണ്ടീഷൻ ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, എല്ലാ ഫീച്ചറും ഉണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, ഡുവൽ ടോൺ ആണ്, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളറാണ്. പേപ്പേഴ്സ് ക്ലിയർ ആണോ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്കൊരു 795 വണ്ടി ഇറക്കാം പറ്റും. ഡീസൽ വാഹനമാണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനം കൂടിയാണ്. അതെ. 17 മോഡലാണ്. നമുക്ക് ഒരു 5 കൊല്ലത്തേക്ക് ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ഫണ്ടിങ്ങോട് ലോൺ ചെയ്യാനും പറ്റും. അത്യാവശ്യം മൈലേജ് വന്ന വെഹിക്കിളാണ്. മാന്യമായ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനം എർട്ടിക നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുമ്പോൾ 2012 മോഡൽ എർട്ടിക VXi പെട്രോൾ മാനുവൽ. ഫസ്റ്റ് ഓണർ 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഓണർ ആണ്. 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. VXiയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? നമുക്ക് ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻബിൽഡും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇനി അറിയേണ്ടത് നിങ്ങൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഈ പ്രൈസ് വരുന്നത് 410 വണ്ടി ഇറക്കാൻ പറ്റും. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ ഓഫറുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ പ്രീമിയം കാറ്റഗറിയിൽ ഒരു വാഹനം യൂസർ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് കിയ സെൽറ്റോസ്. നല്ലൊരു സ്റ്റോക്ക് ഇപ്പോൾ ഈ മാസം കയറിയിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് വരുമ്പോൾ 2022 മോഡല് കിയ സെൽറ്റോസ് HTK മോഡലാണ്. പെട്രോൾ 1.5 ലിറ്റർ. വരുമ്പോൾ ഫസ്റ്റ് ഓണർ 44,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. 44,000. അതെ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്ട്രിങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും HDക്കിൽ തന്നെ വരുന്നുണ്ടല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഈ വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് വിത്ത് 1 ഇയർ വാറണ്ടി നമുക്കൊരു 9,00,000 വണ്ടി ഇറക്കാം. 9,50,000 രൂപ ഇവർ ചോദിക്കുന്ന പ്രൈസ്. കൂടെ 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. അതർ ബ്രാൻഡ് വാഹനമായിട്ട് പോലും നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ വണ്ടി അത്രയും ക്വാളിറ്റി ആണ് നമുക്ക് പറയാം അല്ലേ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? മാക്സിമം ഫണ്ടിങ് ചെയ്യാം. 5 ഇയേഴ്സ് ലോൺ ചെയ്യും. ഈ മാസം നമ്മുടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഷോറൂം കണ്ടീഷൻ മാരുതി ഡിസയർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് കാണാൻ വരുന്നത്. ഇത് വരുമ്പോൾ 2023-24 രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഡിസയർ VXi ഓട്ടോമാറ്റിക് AGS. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? ഓട്ടോമാറ്റിക് വാഹനങ്ങൾ സെഡാൻ സെഗ്മെന്റ് നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനം. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് വരുമ്പോൾ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് ആണ്. ഇത് VXi വേരിയന്റ് ആണെങ്കിലും കസ്റ്റമർ കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ കയറ്റിയിട്ട് ഫുൾ ഓപ്ഷൻ പോലെ ആക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് എടുത്ത് പറയുന്നത് എന്തൊക്കെ? മെയിൻ ആയിട്ട് അലോയ്സ് നല്ല ക്വാളിറ്റി അലോയ്സും വരുന്നുണ്ട്.
പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റ് കവേഴ്സും വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് ഉള്ളും പുറമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല, എടുക്കുക യൂസ് ചെയ്താൽ മാത്രം മതി. ഇത് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വെഹിക്കിൾ ആണ്. നമുക്ക് ഇതിന് മാരുതി 1 year വാറന്റി ഉണ്ട്, പ്ലസ് 3 free സർവീസ് നമുക്ക് ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി അറിയേണ്ടത് ഇതിന് ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഈ വെഹിക്കിൾ വരുന്നത് 735 വെഹിക്കിൾ പ്രൈസ് വരുന്നത്, വിത്ത് വാറന്റിയും ഫ്രീ സർവീസും ഉണ്ട്. വാഹനങ്ങൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യമുണ്ട്. മാരുതി കമ്പനിയിലെ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിലെ അവസാന വാക്കായിട്ടുള്ള ഗ്രാൻഡ് വിത്താര നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നുണ്ടോ? ഇത് വരുമ്പോൾ 2023-24 രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഗ്രാൻഡ് വിക്ടാറ ആൽഫ സ്മാർട്ട് ഹൈബ്രിഡ് മൈലേജ് സെഗ്മെന്റ് ആണല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടും. വലിയ വാഹനം ആണെങ്കിൽ കൂടി അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് വരുമ്പോൾ 29,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ ആണ്. ഫുൾ കമ്പനി സർവീസ് ആയിട്ടുള്ള ഹിസ്റ്ററിങ്ങളൊക്കെ ഉള്ള വെഹിക്കിൾ ആണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു വാഹനം. ഇത് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഈ വെഹിക്കിൾ 1 year വാറന്റി ഉണ്ട്, ഫ്രീ സർവീസ് 3 എല്ലാം വരുന്നുണ്ട്. ഇത് ആൽഫ എന്ന് പറയുന്ന ടോപ്പ് ആൻഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ 360 ക്യാമറ, അലോയ് വീല്, സൺറൂഫ്, റിവേഴ്സ് ക്യാമറ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഇനി അറിയേണ്ടത് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് പ്രൈസിങ് വരുന്നത് 14 lakhs ആണ്. 1 year വാറന്റി, ഫ്രീ സർവീസ് 3 ഉണ്ടാവും. 14 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയതിലും മാറ്റം ഉണ്ടാവും, മാക്സിമം ലോൺ സൗകര്യം ഉണ്ടാവും. മാരുതിയുടെ നെക്സ ഷോറൂമുകളിലൂടെ ഇറങ്ങുന്ന ഒരു വാഹനമാണ് മാരുതി ബലേനോ. അതും ഓൾഡ് ഫേസിൽ വരുന്ന വാഹനല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുമ്പോൾ 2018 മോഡൽ ബലേനോ ഡെൽറ്റ മിഡിൽ വേരിയന്റ് ആണ്. ഫസ്റ്റ് ഓണർ, കിലോമീറ്റർ 54,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. അതെ, ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ പ്രൈസ് വന്നത് വിത്ത് 1 year വാറന്റി നമുക്കൊരു 5,75 വണ്ടി ഇറക്കാം. 5,75,000 രൂപയാണ് ഇവർ ചോദിക്കുന്ന പ്രൈസ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫൈനൽ സ്റ്റേജിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. 5 കൊല്ലത്തേക്ക് ചെയ്യാനും പറ്റും. ചെറിയ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ നാനോ. അതെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് വരുമ്പോൾ 2012 മോഡൽ ടാറ്റ നാനോ LX എന്ന വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടി? ഇത് കിലോമീറ്റർ 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കണ്ടീഷൻ അല്ലേ? വണ്ടി കണ്ടീഷനാണ്. നമുക്കിപ്പോ ഒന്ന് ഓടിച്ച് കൈ കളയാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഒരു 60 രൂപ വണ്ടി കൊടുക്കാം. 60,000 രൂപക്ക്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. ഒരു ബൈക്കിൽ നിന്ന് ഒരു കാറിലേക്ക് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഹ്യുണ്ടായിയുടെ ഇയോൺ ആണ് വന്നിട്ടുള്ളത്. ഒരു ചെറുവാഹനാണ്. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുമ്പോൾ 2012 മോഡൽ ഇയോൺ ഡിലൈറ്റ് പ്ലസ് ആണ്. സെക്കൻഡ് ഓണർ, 72,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല നീറ്റ് ചെറിയ വെഹിക്കിൾ ആണ്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മേജർ ആയിട്ട് ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് പ്രൈസ് വെറും 1,30,000 വണ്ടി ഇറക്കാൻ പറ്റും. 1,30,000 രൂപ. ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ചെറിയ എമൗണ്ടിൽ ബൈക്കിൽ നിന്ന് കാറിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാണാൻ കിട്ടൂലേ? മൈലേജ് ഉണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു യൂസിന് പറ്റിയ ഒരു മീഡിയം ബഡ്ജറ്റിൽ മാരുതി വാഗനർ ഈ മാസം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് വരുമ്പോൾ 2018 മോഡൽ വാഗനർ VXI ഫസ്റ്റ് ഓണർ ആണ്. എറണാകുളം വണ്ടിയാണ്. കിലോമീറ്റർ 1 lakh പ്ലസ് ആണ് ഓടിയിട്ടുണ്ട്. അതെ, സിംഗിൾ യൂസ് ആണ്. ഒരാൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വണ്ടി. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ? എല്ലാം ക്ലിയർ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും മേജർ ആയിട്ട് ഒന്നുമില്ല. VXI അല്ലേ വേരിയന്റ്? അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് 3,40,000 വണ്ടി ഇറക്കാം. 3,40,000 രൂപ. ലോൺ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ചെറിയ EMI മാസം വരുള്ളൂ. മാരുതിയുടെ ബ്രസ നല്ലൊരു വാഹനം ഗ്രേ കളറിൽ നമ്മുടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുമ്പോൾ 2022 മോഡല് ബ്രസ VXI മിഡിൽ വേരിയന്റ് പെട്രോൾ മാനുവൽ വണ്ടിയാണ്. സിംഗിൾ യൂസ്, കിലോമീറ്റർ 78,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. VXI വേരിയന്റ് ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. എന്നിരുന്നാലും ഫുൾ ഓപ്ഷനെ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പിന്നെ 4 പവർ വിൻഡോസ്, ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്. പിന്നെ DRLs വരുന്നുണ്ട്. DRL എല്ലാം ഉണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ള വാഹനമാണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഈ വെഹിക്കിളിന്റെ പ്രൈസ് വരുന്നത് 792 ആണ്. 7,92,000 രൂപ. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല? ചെറിയ ഓഫറുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വേറെ മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. ഈ വെഹിക്കിളിന് നമുക്ക് 6 മാസത്തെ വാറന്റിയും പ്ലസ് ഫ്രീ സർവീസ് 3 ഉണ്ടാവും. ഇത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമാണ്. പരിപൂർണ്ണ വിശ്വാസം എടുക്കാം. എല്ലാ ചെക്ക് പോയിന്റ് പാസ്സായാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ഇന്ത്യ ഈ വാറന്റി സർവീസ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഹ്യുണ്ടായിയുടെ വെന്യൂ ആണ്. കോമ്പാക്ട് SUV സെഗ്മെന്റിൽ പെടുന്ന വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുമ്പോൾ 2020 മോഡല് വെന്യൂ SMT ആണ്. അതായത് മിഡിൽ വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിൾ ആണ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? വരുമ്പോ സിംഗിൾ യൂസ്, കിലോമീറ്റർ 46,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സ്ട്രിംഗ് അവൈലബിൾ ആണ്. അതെ,
അവൈലബിൾ ആണ്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് എടുത്ത് പറയാനുള്ളത്? നമുക്ക് ഇതില് 4 പവർ വിൻഡോസ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, പിന്നെ നോർമലി AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ ABS സർവേ ഒക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അല്ലേ? അപ്പോ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടൊന്നുമില്ല. 1 ഇയർ വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി ഉണ്ട്. അതാണ് നമ്മൾ പറയേണ്ടത്. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഒരു വെഹിക്കിളിന്റെ പ്രൈസ് വരുന്നത് 670 ആണ് പ്രൈസ് വരുന്നത്. 6,70,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം വണ്ടി കൊണ്ട് ലോൺ ചെയ്യാം, 5 ഇയേഴ്സ് ചെയ്യാനും പറ്റും. സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ ഓൾട്ടോ 800. നല്ലൊരു വാഹനം. അതായത് ഓൾട്ടോ നിർത്തുമ്പോൾ ലാസ്റ്റ് ഫേസിൽ വരുന്ന വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുമ്പോൾ 2021 മോഡൽ ഓൾട്ടോ LXi സിംഗിൾ യൂസ് 23,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിച്ചുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ്. വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി ഉണ്ട്. നമുക്ക് 6 മാസം മാരുതി വാറന്റി ഉണ്ട്, പ്ലസ് 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. മാരുതി ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമായതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും ഈ പറയുന്ന വാറന്റി സർവീസും കിട്ടും. പിന്നെ എടുത്തു പറയേണ്ടത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ്? നമുക്ക് മെയിൻ ആയിട്ട് ഫ്രണ്ട് 2 പവർ വിൻഡോ വരുന്നുണ്ട്, പിന്നെ സിംഗിൾ എയർ ബാഗ് ABS വരുന്നുണ്ട്, റെയർ സെൻസർ വരുന്നുണ്ട്, പിന്നെ പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു സെഗ്മെന്റ് ആണെങ്കിലും അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സോട് പോയിട്ടുള്ള വാഹനം തന്നെയാണ്. ഇനി അറിയേണ്ടത് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. നമുക്ക് ഈ വെഹിക്കിളുടെ പ്രൈസ് വരുന്നത് 355 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് മാക്സിമം ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? നമുക്കൊരു 50-60 റേഞ്ച് ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ EMI മാത്രമാണ് മാസം വരുള്ളൂ. നിങ്ങളൊരു വാഹനം എടുക്കാൻ പോകുന്നത് അത്യാവശ്യം ലുക്ക് വേണം, പവർ വേണം, കംഫർട്ട് വേണം, പെർഫോമൻസ് വേണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഏത്? i20. ഇന്ത്യയുടെ i20 അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുമ്പോൾ 2015 മോഡല് i20 പെട്രോൾ സ്പോർട്സ് വേരിയന്റ് ആണ്. സെക്കൻഡ് യൂസർ 78,000 കിലോമീറ്റർ ആകെ വണ്ടി ഓടിച്ചുള്ളൂ. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ സ്പോർട്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? വീലും കാണൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് 415 ആണ് പ്രൈസ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ അല്ലേ? ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് വരുമ്പോൾ 2018 മോഡൽ ഓൾട്ടോ കേട്ടൺ VXi. ഇതിന്റെ ഒരു ഫുൾ ഓപ്ഷൻ ആണ്. സെക്കൻഡ് യൂസർ 65,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി. പെട്രോൾ മാനുവൽ. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കാണാൻ കിട്ടും. മെയിൻ്റെനൻസ് കാണാനൊക്കെ ചെറിയ എമൗണ്ടിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല? മേജർ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. അത്യാവശ്യം എല്ലാം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു VXi വരുന്നുണ്ട് അല്ലേ? ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് ഇതിലൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? വരുമ്പോൾ വിത്ത് 1 ഇയർ വാറന്റി നമുക്ക് കൊടുക്കുന്നത് 315 വണ്ടി ഇറക്കാം. 3,15,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാകും. 1 വർഷത്തെ വാറന്റി ഉണ്ട്. ചെക്ക് പോയിന്റ് കാണാൻ പാസ്സായിട്ടുള്ള നല്ല കണ്ടീഷൻ ആയതുകൊണ്ടാണ് വാറന്റി കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഫണ്ടിങ് 5 കൊല്ലത്തേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലൊക്കേഷൻ എവിടെ ആയിരുന്നു? ലൊക്കേഷൻ വരുന്നത് പോപ്പുലർ ട്രൂ വാല്യൂ എറണാകുളം, കാക്കനാട്.